കുഞ്ഞാലിക്ക് മുൻപും നിലമ്പൂരിൻ്റെ മണ്ണ് പ്രത്യേകതയുള്ള മണ്ണ് തന്നെയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചൊരു പ്രദേശം. കേരളത്തിലെ 1921 പ്രക്ഷോഭം, കർഷക പ്രക്ഷോഭം, ആ കർഷക പ്രക്ഷോഭത്തിന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയൊക്കെ ഐതിഹാസികമായ നേതൃത്വം നൽകി. ഏറനാട് കലാപം എന്ന പേരിൽ അറിയപ്പെട്ട അതിൻ്റെ ആസ്ഥാനം മഞ്ചേരിയാണെങ്കിലും നിലമ്പൂരിൻ്റെ മണ്ണിന് വലിയ പ്രത്യേകത അതിനകത്തുണ്ട്. ഒരുപാട് ധീരർ നിലമ്പൂരും കവളപ്പാറയിലുമൊക്കെയുള്ള അനേകം ധീരർ ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരു പ്രക്ഷോഭം. അന്തമാനിലേക്കടക്കം നാട് കടത്തപ്പെട്ടവർ, അതെല്ലാം ഇവിടെ നിലമ്പൂരിലുള്ളവരും ധാരാളം ഉള്ളതാണ് എന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. ആ പ്രക്ഷോഭത്തിന് ഐതിഹാസികമായി നേതൃത്വം കൊടുത്ത വാര്യംകുന്നത്തിനെ ചതിയിലൂടെയാണ് പിടികൂടിയതും കൊണ്ടുപോയി കൊലപ്പെടുത്തിയതുമെന്നത് ഈ നാടിന് അറിയാത്ത കാര്യമല്ല. ഇവിടെ അടുത്തുള്ള ചോക്കാട് വീട്ടിക്കുന്നിൽ വെച്ചാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലീസ് വളഞ്ഞ് അന്നത്തെ പോലീസ് വളഞ്ഞ് പിടികൂടുന്നത്. അതിനുപയോഗിച്ചത് തീർത്തും ഒരു ചതിപ്രയോഗമായിരുന്നു. വാര്യംകുന്നത്തിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ചെല്ലുന്നു. സുഹൃത്തിനെ അദ്ദേഹം കാണാൻ അനുവദിക്കുന്നു. അതൊരു കെണിയായിരുന്നുവെന്ന് വാര്യംകുന്നത്തിനറിയില്ല. ബ്രിട്ടീഷ് പട്ടാളം തൊട്ടു പിന്നാലെ വന്ന് വളയുന്നു. വാര്യംകുന്നത്തിനെ പിടികൂടി മലപ്പുറം കുന്നുമ്മൽ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുന്നു. ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത്. അതോടൊപ്പം തന്നെ വാര്യംകുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ച ആളുടെ മണ്ണും കൂടിയാണിത്. ഇപ്പോൾ നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഏതായാലും അതിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്നൊരു മുന്നണിയല്ല LDF. കാരണം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നല്ല വിജയപ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് LDFന് കഴിയുക. 1982 രക്തസാക്ഷി കുഞ്ഞാലിയുടെ മരണത്തിന് ശേഷം ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട നിലമ്പൂർ മണ്ഡലം 82 തിരിച്ചു പിടിച്ചത് കോടത്തുമ്പിൽ മത്സരിച്ച TK ഹംസയായിരുന്നു.
ആ മത്സരം ഒരു രാഷ്ട്രീയ വഞ്ചനക്കെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു. അതിൻ്റെ ചരിത്രമൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണയോടുകൂടി 19,500 വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ച ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷത്തിന് നായനാർ ഗവൺമെൻറ്റിലെ മന്ത്രിയായിരുന്നു. ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്നു എന്ന് കണ്ടപ്പോൾ ആ ഇടതുപക്ഷത്തിനെ കുത്തിക്കീറി നായനാർ ഗവൺമെൻറ് പൊളിച്ച് വാല് മാറി തിരിച്ചു വന്ന വഞ്ചന, അതായിരുന്നു ആര്യാടൻ്റെ വഞ്ചന. ആ വഞ്ചനയുടെ കൂട്ടത്തിൽ നമുക്കും ഒരു കുത്ത്, അത് രണ്ടും വന്നപ്പോഴാണ് ഞാനത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. അന്ന് വളരെ ധീരമായ പോരാട്ടമാണ് നിലമ്പൂരിൽ കാഴ്ചവെച്ചത്. അതൊരിക്കലും മറക്കാൻ സാധ്യമല്ല. അതുപോലെ ഒരു വഞ്ചന ഈ തെരഞ്ഞെടുപ്പിലുമുണ്ട്. എന്തിനാ ഈ തെരഞ്ഞെടുപ്പ് വന്നത്? 5 കൊല്ലത്തേക്കല്ലേ അൻവറിനെ തിരഞ്ഞെടുത്തിരുന്നത്? ആര് പറഞ്ഞു രാജിവെക്കാൻ? എന്തിനാണ് രാജിവെച്ചത്? ഇടതുപക്ഷ ഗവൺമെൻറ്റിനോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ എന്തെങ്കിലും ഒരു പോരായ്മ ചൂണ്ടിക്കാണിച്ചോ? വികസനം നടന്നില്ല എന്ന് പറഞ്ഞോ? ക്ഷേമ പെൻഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞോ? വീടുകൾ ഇല്ലാത്തവർക്ക് വീട് കൊടുത്തേ പോരാന്ന് പറഞ്ഞോ? അതുപോലെ പട്ടയം കൊടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കി എന്ന് പറഞ്ഞു? ഒന്നുമില്ല. ആകെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇവിടെ വിമാനത്താവളത്തിലൂടെ സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് വരുമ്പോൾ അവരല്ല പിടിക്കുന്നത്, കൊണ്ടോട്ടിയിലെ പോലീസാണ്. പോലീസ് എന്തിനാണ് പിടിക്കുന്നത്? പിടിക്കാൻ പാടില്ല എന്നാണ്. പോലീസ് പിടിക്കാതിരുന്നാൽ വിമാനത്താവളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന കള്ളസ്വർണം പോലീസിൽ നിന്നും രക്ഷപ്പെട്ടാൽ എങ്ങോട്ടാ പോവുക എന്നുള്ളതാണ് പ്രശ്നം. ആ വഞ്ചന മനസ്സിലായില്ലേ? അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അതല്ലാത്ത ഒരു കുറ്റവും ഗവൺമെൻറ് ഇടതുപക്ഷ മുന്നണിക്കോ ഗവൺമെൻറ്റിനോ എതിരായി പറഞ്ഞില്ല. കുത്തിക്കീറി പൊളിച്ചത് ഗൂഢാലോചനയായിരുന്നു. അതിൻ്റെ കൂട്ടുകമ്പനിക്കാരാണ് ഇപ്പോൾ തമ്മിലടിച്ച് കത്തിക്കുത്തായിട്ട് നടക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ അതിശക്തമായ മുന്നേറ്റം നടത്താൻ നിങ്ങൾ മുന്നോട്ട് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ കുടത്തിൽ നിന്നിട്ട് വോട്ടെണ്ണിയപ്പോൾ 1800 വോട്ടിനാണ് ജയിച്ചത്. എങ്ങനെ? 19,500 വോട്ട് മറികടന്നിട്ട് 1800 വോട്ടിന് ജയിച്ചു. ആ വിജയത്തിൻ്റെ രണ്ടാമത്തെ വിജയമാണ് എൻ്റെ സുഹൃത്ത്, എൻ്റെ മോൻ, എൻ്റെ മകനാണ്. അന്ന് ഞാൻ മത്സരിച്ച അപ്പുറത്ത് ആര്യാടനാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മകനാണ്. ഇപ്പം അതിനെ എതിർക്കുന്നത് എൻ്റെ മകനാണ്. അങ്ങനെ മക്കൾ തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ എല്ലാ പിന്തുണയും സഹകരണവും തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അഭിവാദനങ്ങൾ. ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ദിവസമായി കേൾക്കുന്ന ഒരു പദമാണ്, എനിക്കേറെ പരിചയമില്ലാത്തൊരു പദം. ഞാനപ്പോൾ നെറ്റിലൊന്ന് തപ്പി നോക്കിയതാ. ഒരു മുൻ ജനപ്രതിനിധി ഉപയോഗിക്കുന്ന ഒരു വാക്ക്, പിണറായിസം. ഞാൻ കമ്മ്യൂണിസം എന്ന് കേട്ടിട്ടുണ്ട്, സോഷ്യലിസം എന്ന് കേട്ടിട്ടുണ്ട്, മാർക്സിസം എന്ന് കേട്ടിട്ടുണ്ട്, ക്യാപിറ്റലിസവും കേട്ടിട്ടുണ്ട്. അപ്പം എന്താണ് ഈ പിണറായിസം എന്ന് ഞാൻ നെറ്റിൽ, നമ്മുടെ നിർമ്മിത ബുദ്ധി ഉണ്ടല്ലോ, അതൊന്ന് പരിധി നോക്കി. അപ്പോൾ പറഞ്ഞു, അങ്ങനെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പേരല്ല. എന്നാൽ ഇപ്പം ചില കേന്ദ്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം, ഒന്നാമത്തെ ഘടകം ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്നൊരു വാക്കാണ്. ഒന്ന്, ഇടതുപക്ഷ ചായ്വുള്ള നിലപാടുകൾ, നയങ്ങൾ. 2, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, വികസനത്തിൻ്റെ കേരള മാതൃക പലതുണ്ട് ഇങ്ങോട്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കം, നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനം അടക്കം, കിഫ്ബി അടക്കം, ആദ്യമടക്കം എല്ലാ കാര്യങ്ങളും ചേർത്ത് വേണമെങ്കിൽ പിണറായിസം എന്ന് പറയാം എന്ന് പറയുമ്പോൾ എത്ര പോസിറ്റീവായുള്ളൊരു വാക്കാണ് അത്. ഈ നാട്ടിലെ ജനങ്ങൾ, ഈ മറ്റൊരു വാക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. ബഹുമാന്യായ ഗോവിന്ദൻ മാഷ് ഇവിടെ പ്രഖ്യാപിച്ചു നവകേരള നിർമ്മിതി. അതിന് ചില ദോഷൈക ദൃക്കുകൾ കളിയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വാക്കായിരിക്കാം, പക്ഷേ അത് നവകേരള നിർമ്മിതിയാണ് എന്ന നിർമ്മിത ബുദ്ധിയുടെ നിഘണ്ടുവിൽ പോലും വന്നെത്തിയിരിക്കുകയാണ്.
കേരളം ഈ 9 കൊല്ലം കൊണ്ടുണ്ടാക്കിയെടുത്ത നേട്ടം ഇവിടെ ബഹുമാനന്റെ മുഖ്യമന്ത്രി എന്നെ വിവരിച്ചു കഴിഞ്ഞു. തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനത്ത് നമ്മുടെ വികസന മേഖല, നമ്മുടെ നിർമ്മാണ മേഖല അടക്കം, നമ്മുടെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, സമസ്ത മേഖലകളും അപജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ 2016 അധികാരത്തിൽ വന്ന് 2021 ഭരണം തുടരുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്ന നേട്ടങ്ങൾക്ക് നൽകുന്ന അംഗീകാരമായിരിക്കണം 2025 നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം.